നിയമസഭയിലെ ബജറ്റ് ചർച്ചയിൽ ഏവരും കാത്തിരിക്കുന്ന ചില പ്രസംഗങ്ങളുണ്ട്. അതിലൊരാളാണ് തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ. CPM പുറത്താക്കിയപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചാണ് അദ്ദേഹം സഭയിലെത്തിയത്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ TK ഗോവിന്ദൻ CPM-നെതിരെ ആഞ്ഞടിച്ചിരുന്നു. ഇന്നും അതിന് മാറ്റമുണ്ടായില്ല. കേരളത്തിന്റെ വികസന പുരോഗതി ലക്ഷ്യം വെച്ചുള്ളതാണ് ബജറ്റെന്ന് അഭിനന്ദിച്ചാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. തളിപ്പറമ്പിന് പുതിയ വികസന പദ്ധതികൾ കൂടി അനുവദിച്ചു തന്ന ധനമന്ത്രിയെ അഭിനന്ദിക്കുന്നു. ചരിത്രപരമായ നേട്ടമാണ് KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. അതിനെ വിമർശിച്ചില്ലാതാക്കുന്ന പ്രതിപക്ഷ നടപടി ശരിയല്ല. പോരായ്മയുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. പ്രതിപക്ഷം സഹകരിക്കേണ്ടതായിരുന്നു. നെയ്ത്തു തൊഴിലാളികളുടെ പ്രശ്നം ബജറ്റിൽ ഉൾപ്പെടുത്തണം. ആ വിഭാഗത്തിന് 6 മാസമായി വേതനം കൊടുക്കുന്നില്ല, അത് കൊടുക്കണം എന്നീ ആവശ്യങ്ങളും TK ഗോവിന്ദൻ ഉന്നയിച്ചു. കേരള ബാങ്ക് സാധാരണക്കാർക്ക് ഉപയോഗപ്രദമല്ല, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കേരള ബാങ്ക് നിർത്തലാക്കി ജില്ലാ ബാങ്കിലേക്ക് മാറണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. തുടർന്ന് അദ്ദേഹം സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള 1-2 മാർഗങ്ങൾ സഭയിൽ അവതരിപ്പിച്ചു. ഒന്ന്, താൻ ക്ലേ ആൻഡ് സിറാമിക്സ് ചെയർമാൻ ആയിരിക്കെ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിന് മുന്നിൽ വെച്ച ഒരു നിർദ്ദേശമായിരുന്നു. കേരളത്തിലെ പുഴകളിൽ ചെളിയും മണലും നിറഞ്ഞിരിക്കുകയാണ്. അത് നീക്കം ചെയ്താൽ പുഴയുടെ ആഴം കൂടുകയും വെള്ളപ്പൊക്കം തടയുകയും ചെയ്യാം. മാത്രവുമല്ല, ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഇതിന്റെ വിൽപ്പനയിലൂടെ ഒരു വർഷം 10,000 കോടി രൂപ വരുമാനമായി ലഭിക്കുമെന്നാണ്. സമാന സ്വഭാവമുള്ള ബോർഡ് കോർപ്പറേഷനുകൾ ഒന്നിപ്പിച്ചാൽ ചെലവ് ചുരുക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CPM-നെതിരെ ആഞ്ഞടിക്കാൻ TK ഗോവിന്ദൻ മറന്നില്ല. കഴിഞ്ഞ ദിവസത്തെ C രവീന്ദ്രനാഥ് മാഷിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഇരിക്കുന്നത് AKG സെന്ററിലാണെന്ന് വിചാരിച്ചുപോയി. ബജറ്റ് ഫാസിസത്തിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. ഫാസിസത്തിലേക്ക് രാജ്യം പോകുമ്പോൾ CPM എന്ത് നിലപാട് സ്വീകരിക്കും? ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി രൂപീകരിക്കാൻ CPM മുന്നിട്ടിറങ്ങുമോ? ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ CPM മുൻകൈയെടുക്കുമോ എന്നും TK ഗോവിന്ദൻ ചോദിച്ചു. എന്തിനാണ് എന്നെ പുറത്താക്കിയത്? അന്ന് ഞാൻ ഉയർത്തിയ കാര്യങ്ങളാണ് ഇന്ന് CPM ചർച്ച ചെയ്യുന്നത്. എന്നെ പുറത്താക്കിയപ്പോൾ തളിപ്പറമ്പിലെ ജനത എന്നെ മാറോട് ചേർത്തു പിടിച്ചു. ആ ജനതയോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് വളരെ വൈകാരികമായി പറഞ്ഞാണ് തളിപ്പറമ്പ് MLA തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ആ പ്രസംഗം കാണാം. സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. വളരെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ക്ഷേമ നടപടികളും പ്രാദേശിക വികസനത്തിനും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഈ ബഡ്ജറ്റ് കേരളത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസന പുരോഗതി ലക്ഷ്യം വെച്ചതാണ്. സർ, തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തെ നിലവിലുള്ള പദ്ധതികൾ തുടരുന്നതോടൊപ്പം പുതിയ വികസന പദ്ധതികൾ കൂടി അനുവദിച്ചു തന്ന ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ ഞാൻ ഏറെ അഭിനന്ദിക്കുകയാണ്. സർ, ഇവിടെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ ഇതിനെ പൂർണ്ണമായും പിന്തുണക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ഒന്ന്, ചരിത്രപരമായി കേരളത്തിലെ ചരിത്രപരമായൊരു നിയമമാണ് സർ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. സർ, ചില പോരായ്മകളൊക്കെ ഉണ്ടാവാം. എന്നാൽ അതിൻ്റെ പേരിൽ അതിനെ വിമർശിച്ച് ഇല്ലാതാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് ശരിയല്ല സർ. കാരണം ഒരു പുതിയ നിയമം നമ്മുടെ രാജ്യത്തുണ്ടായാൽ പല അപാകതകളും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. അതല്ല, പിന്നീട് ചർച്ച ചെയ്ത് പരിഹരിച്ച ചരിത്രമാണ് കേരളത്തിലെ ചരിത്രമെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഭൂപരിഷ്കരണ നിയമം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ പിന്നീട് ചർച്ച ചെയ്തിട്ട് പോരായ്മകൾ പരിഹരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചരിത്രപ്രധാനമായ ഈ തീരുമാനത്തിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതുള്ളൂ. എങ്കിലും പരിപൂർണമായ പിന്തുണ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതായിരുന്നു സർ. മറ്റൊരു കാര്യം, ലഹരിക്കെതിരായിട്ട് നടന്നില്ല. എനിക്ക് സമയം വളരെ കുറച്ചേ ഉള്ളതുകൊണ്ട് വിശദീകരിക്കാൻ ഞാൻ മുതിരുന്നില്ല. ലഹരിക്കെതിരായിട്ടുള്ള നടപടികൾ, അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കുള്ള വകുപ്പ്, യുവജനങ്ങൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കുന്നതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തയ്യാറാക്കിയ ബഡ്ജറ്റിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുത്തിയത് അങ്ങേയറ്റ അഭിനന്ദനാർഹമാണ്. അതുപോലെ ചില നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിൽ എനിക്ക് വെക്കാനുണ്ട്. ഒന്ന്, വികസന കാര്യത്തിൽ ഈ ബഡ്ജറ്റിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് സാർ. അതൊന്ന്, എൻ്റെ നാട്ടിൽ 2 മണ്ഡലം, ഞങ്ങൾ ഇരിക്കൂർ മണ്ഡലവും തളിപ്പറമ്പ് മണ്ഡലവും തമ്മിൽ ബന്ധിക്കുന്ന ഒരു പാലമുണ്ട് സാർ. അത് കൊളന്തക്കടവ് പാലം എന്ന് പറയും. നമ്മൾ സജീവ് ജോസഫ് MLA, ഇരിക്കൂർ MLA-യും ഞാനും കൂടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തതാണ്. അത് നടപ്പിലാക്കണം. അതുപോലെ തന്നെ സാർ, തളിപ്പറമ്പിൽ മറ്റൊരു പാലം, ഒരു ദ്വീപുമായി ബന്ധിക്കുന്ന ഒരു പാലമുണ്ട്. അതും ഇതിന്റെ പിന്നെ പാമ്പുരുത്തി പാലം എന്നാണ് പറയുക. ആ പാമ്പുരുത്തി പാലവും കൂടി ഈ ബഡ്ജറ്റ് ഉൾപ്പെടുത്തി പ്രവൃത്തി തുടങ്ങുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ തന്നെ സർ, നെയ്ത്ത് തൊഴിലാളിയുടെ കാര്യം ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം. കാരണം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഞാൻ ഹാൻവീവിന്റെ ചെയർമാൻ ആയിരുന്നു സർ. ആ ഘട്ടത്തിൽ ഞാൻ മുട്ടാതെ വാതിലുകളില്ല.
പക്ഷേ 6 മാസത്തിലേറെ നെയ്ത്തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സ്കൂൾ യൂണിഫോം തയ്യാറാക്കി കൊടുത്ത നെയ്ത്തൊഴിലാളികളാണ്, എന്നിട്ടും കൂലി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും 6 മാസത്തിലേറെ കൂലി കൊടുക്കാൻ നെയ്ത്തൊഴിലാളിക്ക് ബാക്കിയാണ് സാർ. അത് ഈ ഗവൺമെന്റ് അതിനെ കാണണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ കേരള ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് സാർ. യഥാർത്ഥത്തിൽ ഈ കേരള ബാങ്ക് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന ഒരു ബാങ്കല്ല. മുമ്പ് ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ നമ്മൾ കൃഷിക്കാർക്ക് അതുപോലെ പാവപ്പെട്ടവർക്കൊക്കെ തന്നെ ജില്ലാ ബാങ്ക് ഏറെ പ്രയോജനം ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ആ ജില്ലാ ബാങ്ക് എല്ലാം കൂടി ചേർത്ത് കേരള ബാങ്ക് ആക്കിയപ്പോൾ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ല സാർ. അതുകൊണ്ട് കേരള ബാങ്കിന്റെ സ്ഥിതി പഴയ സ്ഥിതിയിലേക്ക്, ജില്ലാ ബാങ്കിലേക്ക് മാറ്റിയെടുക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഇതിന്റെ ഭാഗമായി വെക്കാനുണ്ട് സാർ. അതുപോലെ തന്നെ ഈ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ചില നടപടിയിലേക്ക് ഗവൺമെന്റ് പോകണം എന്നുള്ള അഭിപ്രായമുണ്ട്. ചില നിർദ്ദേശങ്ങളുണ്ട് സാർ. അതിലൊന്ന്, കഴിഞ്ഞ ഡോക്ടർ തോമസ് ഐസക് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഞാനൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിരുന്നു. ഞാൻ ക്ലേസൻ സെറാമിക്സിന്റെ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിൽ ഒരു നിർദ്ദേശം ഞാൻ തോമസ് ഐസക്കിന്റെ മുമ്പാകെ വെച്ചിരുന്നു. അത് കേരളത്തിലെ പുഴകളിൽ ചെളിയും മണലും നിറഞ്ഞ് കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഈ ചെളിയും മണലും നീക്കം ചെയ്താൽ ഈ പുഴക്ക് ആഴം കൂടുകയും വെള്ളപ്പൊക്കം തടയാൻ കഴിയുകയും ചെയ്യുന്നതോടൊപ്പം നമ്മൾ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങൾ ഈ കമ്പനി മുഖാന്തരം ഒരു പരിശോധന നടത്തിയപ്പോൾ, ജിയോളജി വിഭാഗം പരിശോധന നടത്തിയപ്പോൾ ആ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യം ഞാൻ ഡോക്ടർ തോമസ് ഐസക്കോട് പറഞ്ഞു. 10,000 കോടി രൂപയെങ്കിലും ഒരു വർഷം. സാർ, എനിക്ക് 2-3 മിനിറ്റ് സമയം തരണം സാർ. എനിക്ക് ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട്. പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട്. ആയില്ല, ഒന്നും ആയില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് മുമ്പാകെ വെക്കുകയാണ്, 10,000 കോടി രൂപയെങ്കിലും വാർഷിക റവന്യൂ വരുമാനം ഉണ്ടാക്കാൻ ഇതുവഴി കണ്ടെത്താൻ വേണ്ടി കഴിയും സാർ. ഈ പുഴകളിലെ ഡീസൽ സ്റ്റേഷൻ നടത്തി കഴിഞ്ഞാൽ അതൊരു നിർദ്ദേശമായിട്ട് വെക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വെക്കാനുള്ളത്, ഇവിടെ ഈ വരുമാനം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് സാർ. അതായത് നമുക്ക് ഒരുപാട് ബോർഡുകളും കോർപ്പറേഷനുകളും ഉണ്ട്. ഈ കുറേ ബോർഡുകളും കോർപ്പറേഷനുകളൊക്കെ തന്നെ ചുരുക്കി സമാന സ്വഭാവമുള്ള ബോർഡുകളും കോർപ്പറേഷനും ഒന്നാക്കി കഴിഞ്ഞാൽ കുറേയേറെ ചെലവ് ചുരുക്കാൻ വേണ്ടി സാധിക്കും സാർ. അതുകൊണ്ട് അതും കൂടി ഈ ഗവൺമെന്റ് പരിഗണനയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, കഴിഞ്ഞ തവണ നമ്മളെ രവീന്ദ്ര മാഷയുടെ പ്രസംഗം എനിക്കേറെ ഇഷ്ടപ്പെട്ടൊരു പ്രസംഗമാണ്. കാരണം ഞാൻ രവീന്ദ്ര മാഷ പ്രസംഗം കേട്ടപ്പോൾ വിചാരിച്ചു ഞാൻ AK സെന്ററിലാണ് ഇരിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു പ്രസംഗമാണ് രവീന്ദ്ര മാഷ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ആ പ്രസംഗം നമ്മൾ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഈ ഗവൺമെന്റിന്റെ ബഡ്ജറ്റാണ് പിന്നെ ഫാസിസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നതാണ് സാർ. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ലോകത്തിലെ ഫാസിസത്തിലേക്ക് പോകുന്ന തീവ്ര വലതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോക സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സാർ. ആ ലോക സാഹചര്യത്തിൽ ഈ സാമ്രാജ്യത്വത്തിന് എതിരായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ എടുക്കുന്ന നിലപാടെന്താ? യഥാർത്ഥ സോവിയറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന പോലെ ഒരു അവസ്ഥ ഇന്നുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പാലസ്തീനിലെ കുഞ്ഞോമനകൾ ഇങ്ങനെ കത്തി കരിയുമായിരുന്നോ? ചൈനയെ പോലുള്ള സോഷ്യലിസ്റ്റ് രാഷ്ട്രം ആ കർത്തവ്യം നിർവഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ പഴയ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ വ്യത്യസ്തമായി മാറിയിരിക്കുന്നു. അവരുടെ രീതികളിലും നയങ്ങളിലും മാറ്റം വന്നിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം നമ്മൾ കണ്ടുപോകണം സാർ. ഇപ്പൊ ക്യൂബയെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അമേരിക്ക. എന്ത് ചെയ്യാൻ വേണ്ടി? രണ്ട് കാര്യമുണ്ട്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ CPM ഒരു നിലപാട് സ്വീകരിക്കണം സാർ. ഇവിടെ സാമ്രാജ്യത്വ ഫാസിസത്തിലേക്ക് നീക്കുന്ന സന്ദർഭത്തിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കണം സാർ. ഇന്ത്യയിൽ അതാണ് നിലപാട് വരുന്നതെങ്കിൽ ഇവിടെയും വേണം സാർ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ ജോർജ് ലുബത്തോവിന്റെ ഫാസിസത്തിന്റെ ഇതായിട്ടുള്ള പ്രസംഗത്തെ കുറിച്ച് നമ്മളെല്ലാം ആഘോഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുകൂടെ ഒരു കാര്യമുണ്ട്, ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇതുകൂടെ പറഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇന്ത്യയിൽ CPM നിലപാട് സ്വീകരിക്കും സാർ. ഇന്ത്യയിലെ CPM നിലപാട് സ്വീകരിക്കുന്നു. ഫാസിസത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കുന്നതിന് CPM മുൻകൈ എടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ CPM മുൻകൈ എടുക്കുമോ? ഈ ചോദ്യം രവീന്ദ്ര മാഷ പ്രസംഗം കേട്ടപ്പോ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തെ കുറിച്ച് പോകണം. മറ്റൊരു കാര്യം, സമയം ഒരുപാടായി. ഇല്ല, ഒരു കാര്യം കൂടിയുണ്ട്. സമയം ഒരുപാടായി. അടുത്ത ആളിനെ വിളിക്കണം, നമുക്ക് തീർക്കേണ്ടതാണ്. ഇത് എന്റെ നാട്ടിലുള്ള ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അല്ല, ഇത് പറഞ്ഞേ മതിയാവും. ഇത് ബജറ്റുമായി ബന്ധപ്പെട്ടല്ല, എന്റെ നാട്ടിലൊരു സംഭവമാണ്. അതൊന്ന് മാത്രമാണ്. എന്റെ നാട്ടിൽ എന്റെ വീട്ടിന്റെ അടുത്ത് ഇന്നലെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി സാർ. അതൊന്ന് സഭയെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്റെ വീട്ടിന്റെ 500 മീറ്ററിന്റെ അടുത്താണ് ഇവിടെ പന്നിപ്പടക്കം എന്നാണ് പറയുന്നത്, ബോംബ് സ്ഫോടനം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇന്നലെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ പന്നിപ്പടക്കം എന്ന് പറഞ്ഞു. പക്ഷേ എന്റെ നാട്ടിൽ ഇന്നേ വരെ ഒരു പന്നിപ്പടക്കം ഉണ്ടായിട്ടില്ല. പടക്കം വെച്ച് പന്നിയെ പിടിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ ദിവസേന നടന്നു പോകുന്ന വഴിയിൽ നിന്ന്, റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ അകലെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്നാണ് ഈ പടക്കം പൊട്ടിയതും 4 സ്ത്രീകൾക്ക് പരിക്കേറ്റു സാർ. ഇത് ഗൗരവപരമായ വിഷയമാണ്. ഇത് എങ്ങനെ വന്നു ചേർന്നു എന്നുള്ളത് ഞാൻ ആരെയും ആരോടും ഉന്നയിക്കുന്നില്ല. പക്ഷേ നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവ്വ ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം സാർ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. മറ്റൊരു കാര്യം കൂടി പറയാം. ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്.
അവസാനിപ്പിച്ചു. ഗൗരവമായ ഒരു വിഷയം പറഞ്ഞതല്ലേ പറയട്ടെ, തീർക്കട്ടെ. അസഹിഷ്ണുത വേണ്ട, അവസാനിപ്പിച്ചു. അസഹിഷ്ണുത വേണ്ട. ഒറ്റ കാര്യമുള്ളൂ സാർ. ഞാൻ ഇന്ന് ഉയർത്തിയിട്ടുള്ള കാര്യം, ഇന്ന് CPM-നകത്ത് അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യുന്നുണ്ട് സാർ. എന്തിനാണ് എന്നെ പുറത്താക്കിയത്? ഞാൻ പറഞ്ഞ കാര്യമാണ് ഇന്ന് പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നത്. എന്തിനാണ് എന്നെ പുറത്താക്കിയത്? അതാണ് ഇന്ന് പാർട്ടി ചർച്ച ചെയ്യുന്നത്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ എന്നെ പുറത്താക്കിയപ്പോ തളിപ്പറമ്പിലെ എന്റെ ജനത അവർ രണ്ട് കൈയും നീട്ടി എന്നെ മാറോട് ചേർത്ത് പിടിച്ചു സാർ. ആ തളിപ്പറമ്പിലെ ജനതക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്.